ശ്രദ്ധിക്കുക. 25 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ മാത്രം, അല്ലെങ്കിൽ 25 മുതൽ കഴിഞ്ഞ ആൾക്കാർ മാത്രം റെറ്റിനോൾ യൂസ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്? നിങ്ങൾ സ്റ്റാർട്ടേഴ്സ് ആണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് റെറ്റിനോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 0.1 to 1% അകത്തുള്ള റെറ്റിനോൾസ് യൂസ് ചെയ്യാം. പലതരത്തിലുള്ള ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള, എനിക്ക് റിസൾട്ട്സ് കിട്ടിയ കുറച്ച് ബ്രാൻഡ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്തേക്കാം. നിങ്ങൾ ആ പ്രോഡക്ട്സ് മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഒരുപാടധികം നല്ല റിസൾട്ട്സും മാത്രം ഒരുപാടധികം അഡൾട്രേഷൻ ഒന്നും ഇല്ലാതെ നല്ല റെറ്റിനോൾസ് ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ അത് യൂസ് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എത്രയാണ് ഇതിന്റെ ഫ്രീക്വൻസി? അതായത് 25 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരെയുള്ള ആൾക്കാർ നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? നിങ്ങൾ ആഴ്ചയിൽ ഒരു 1-2 തവണ നിങ്ങൾ യൂസ് ചെയ്യുക. അടുത്തതായിട്ട് 30 വയസ്സ് കഴിഞ്ഞ് 30-40 ഇടയിലുള്ള ആൾക്കാർ ആഴ്ചയിൽ 3 തവണ യൂസ് ചെയ്യുക. 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ 6 മുതൽ 7 പ്രാവശ്യം വരെ ഒരാഴ്ചയിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഡോസേജ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് സ്കിന്നിൽ നല്ല ഇറിറ്റേഷൻ ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ മെലാസ്മ പോലെയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്നെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നല്ല സെൻസിറ്റീവ് ആണ്, ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. റെറ്റിനോൾ വളരെയധികം കുറഞ്ഞ കോൺസെൻട്രേഷൻ, അതായത് 0.1% കോൺസെൻട്രേഷൻ നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങുക. ഒരു പാച്ച് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക. പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യുക. അങ്ങനെ ഒരു 4-5 ആഴ്ച നിങ്ങൾ ഒരു ദിവസം ആഴ്ചയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2 ദിവസം ആക്കുക, 3 ദിവസം ആക്കുക. അങ്ങനെ നിങ്ങൾ ഇതിന്റെ ഡോസ്